like I'm floating through the air. The pain I felt is paid for, all is said and done. Oh, I am restricted, fixed upon the web. I need to kick the habit that my mind is breathing in. Break out, I've got to see. Spent all my life holding all of it closely. I played it innocent, a feel of discontent. I'm finally facing it all, fearless. ജോൺ ഡീർ എന്ന ഒരു അമേരിക്കൻ കമ്പനി അഗ്രികൾച്ചറിനും അതായത് കൃഷി സെക്ടറിലൊക്കെ അവരുടെ ടെക്നോളജീസും അവരുടെ ഡെവലപ്മെൻറ്റ്സൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് ജോൺ ഡീർ എന്ന അമേരിക്കൻ കമ്പനി. അപ്പോൾ ആ കമ്പനിയുടെ ഒരു ട്രാക്ടറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൂടെ റിവ്യൂ ചെയ്യുന്നത്. ആ ട്രാക്ടറിൻ്റെ സ്പെസിഫിക്കേഷൻസും ഒരു കർഷകനും ഒരു വീട്ടിലേക്ക് ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രളയത്തിന് ശേഷം എല്ലാ വീട്ടിലും ഒരു ട്രാക്ടറോ ഒരു 4-വീലറോ വണ്ടി വേണമെന്ന്. അപ്പോൾ അതുപോലൊരു വണ്ടിയാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ സ്പെസിഫിക്കേഷൻസും അതിൻ്റെ പ്രൈസും ഒരു സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ പറ്റിയ ട്രാക്ടറാണ്, അതിൻ്റെ മെയിൻ്റെനൻസും സർവീസ് അതെവിടെയൊക്കെ ഉണ്ട് എന്നൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു വീഡിയോ ആണ് ഇത്. അപ്പോൾ നമുക്ക് ഒട്ടുന്നതിന് സമയം കളയാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. My name is Gopi Krishna. Welcome to my video channel. Music keeps me dancing. അപ്പോൾ നമുക്കിതിൻ്റെ എൻജിൻ ഭാഗത്തോട്ട് വരാം. എൻജിൻ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ നമുക്ക് ജോൺ ഡിയറിൻ്റെ 5045D എന്ന എൻജിൻ മോഡലാണ് നമുക്കിതിനകത്ത് ലഭിക്കുന്നത്. അത് മാത്രമല്ല ഇതിനകത്ത് എയർ ഫിൽറ്റർ, കൂളൻ്റ് അതുപോലത്തെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. നാച്ചുറലി നമ്മുടെ വണ്ടി അധികം ചൂടാവാതെ തന്നെ നമുക്ക് ഒത്തിരിയധികം ഓവർ യൂസ് ചെയ്യുമ്പോൾ തന്നെ ചൂടാവാതെ കൂൾ ചെയ്യാനുള്ള കൂളൻ്റ് സംവിധാനങ്ങളൊക്കെ നമുക്കിതിനകത്ത് ലഭിക്കുന്നു. ക്ലച്ചിൻ്റെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ സിംഗിൾ ആൻഡ് ഡ്യുവൽ ക്ലച്ചാണ് സംവിധാനമാണ്. നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗത്ത് തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള, അതായത് ഫാർമേഴ്സിന് അതായത് വ്യൂമൻസിന്, സ്ത്രീകൾക്ക് പോലും സുഖമായിട്ട് കംഫർട്ടബിളായിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ക്ലച്ച്. ഗിയർ ബോക്സിലെ സംവിധാനങ്ങളാണ് പറയാൻ പോകുന്നത്. ഗിയർ ബോക്സ് 8 ഫോർവേഡും, അതായത് മുമ്പോട്ടുള്ള ഗിയർ 8 സ്പീഡും, റിവേഴ്സ് വരുന്നത് 4 സ്പീഡുമാണ് നമുക്കിതിനകത്ത് ലഭിക്കുന്നത്. അതായത് കോളർ ഷിഫ്റ്റ് പോലുള്ള സംവിധാനങ്ങളിൽ നമുക്കിതിൻ്റെ ഗിയർ ബോക്സിൽ ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ സ്പീഡെന്ന് പറയുന്നത് തന്നെ അതായത് 2 കിലോമീറ്റർ സ്പീഡ് ടു 30 കിലോമീറ്റർ നമുക്ക് സ്പീഡോമീറ്റർ കാണാം. 30 കിലോമീറ്ററാണ് ഇതിൻ്റെ മാക്സിമം സ്പീഡ്. അതിൻ്റെ അടുത്ത ബ്രേക്കിംഗ് സിസ്റ്റത്തിലോട്ട് വരികയാണെങ്കിൽ ഓയിൽ, അതായത് നമ്മൾ എയർ ബ്രേക്ക് എന്നൊക്കെ പറയുന്ന പോലെ ഓയിൽ സിസ്റ്റം ബ്രേക്കാണ് ഇതിനകത്ത് ബ്രേക്കിംഗ് സിസ്റ്റം. ഇതിൻ്റെ ഹൈഡ്രോളിക്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് വരികയാണെങ്കിൽ മാക്സിമം ലിഫ്റ്റ്, അതായത് ഇതിൻ്റെ വെയിറ്റ് മാക്സിമം നമുക്ക് എത്ര എടുക്കാമെന്ന് ചോദിച്ചാൽ 1600 കിലോഗ്രാം ആണ് നമുക്കിനകത്ത് എടുക്കാൻ പറ്റുന്നത്. അതായത് 1600 കിലോഗ്രാംസ് നമുക്കിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റും. പിന്നെ ഇതിനകത്ത് കാറ്റഗറി 2, അതായത് 2 നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഈ കർഷകർക്കൊക്കെ പാടം നമ്മൾ ഉഴാനൊക്കെ യൂസ് ചെയ്യുന്ന അങ്ങനത്തെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ നമുക്കിനകത്ത് ഘടിപ്പിച്ച് കംഫോർട്ടായിട്ട് തന്നെ ചുരുട്ടാനൊക്കെ യൂസ് ചെയ്യുന്ന ജാക്ക് ഹാമർ വരെ ഘടിപ്പിക്കാനുള്ള സംവിധാനം നമ്മുടെ ജോൺ ഡിയർ ട്രാക്ടറിനകത്തുണ്ട്. റൊട്ടവേറ്റർ എന്ന സംവിധാനം യൂസ് ചെയ്യാൻ വരെ നമുക്ക് ഈ ജാക്ക് ഹാമർ യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലത്തെ സ്പെസിഫിക്കേഷൻസാണ് നമുക്ക് റിയർ സൈഡിൽ നമ്മൾ ഈ ട്രാക്ടറിൻ്റെ ലഭിക്കുന്നത്. ഇതെന്ന് പറയുന്നത് 2-വീലർ ഡ്രൈവിംഗ് ആണ്. നമുക്ക് പുറകിലത്തെ 2 ടയേഴ്സ് മാത്രമാണ് പവർ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ വണ്ടി മൂവ് ചെയ്യുന്നത്. ആ സമയം 4-വീലർ ആകുമ്പോൾ മുമ്പിലത്തെ 2 ടയറും ബാക്കിലത്തെ 2 ടയറും അങ്ങനെ 4 വീലാണ് നമുക്ക് യൂസ് ചെയ്യുന്നത്. ഇത് 2-വീലറാണ്. ഇതാണ് ഇതിൻ്റെ ഡീസൽ ടാങ്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫുൾ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ 60 ലിറ്റർ 60 ലിറ്ററാണ് ഇതിൻ്റെ ഫുൾ കപ്പാസിറ്റി ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്. ഇതിൻ്റെ റിയർ സൈഡിലാണ്, അതായത് ഡ്രൈവർ ഇരിക്കുന്നതിൻ്റെ റിയർ സൈഡിലായിട്ടാണ് ഇതിൻ്റെ ഡീസൽ ടാങ്ക് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അടുത്ത ഒരു പ്രധാന ഫീച്ചർ എന്ന് പറയുന്നത്, ഒരു ഏറ്റവും മികച്ച ഫീച്ചർ എന്ന് തന്നെ പറയുന്നത് കനോപ്പി ഹോൾഡർ എന്ന ഫീച്ചറാണ്. ഈ കനോപ്പി ഹോൾഡർ എന്ന് പറയുന്നത് നമുക്കിപ്പം സപ്പോസ് നമ്മളിപ്പം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വണ്ടി മറിഞ്ഞ്, അത് ഓഫ് റോഡിലൊക്കെ വണ്ടി മറിഞ്ഞു, ഇപ്പോൾ മറിയുമ്പോൾ ഡ്രൈവറിന് സീറ്റ് ബെൽറ്റ് ഉണ്ട് ഓൾറെഡി, അത് നമുക്കറിയാം. സീറ്റ് ബെൽറ്റ് കൂടാതെ മണ്ടവശം, അതായത് തലയുടെ ഭാഗത്ത് മറിഞ്ഞ് വണ്ടിക്കകത്തുനിന്ന് വീഴാതിരിക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നൊരു ഹോൾഡറാണ് കനോപ്പി ഹോൾഡർ. ഇത് എല്ലാ ട്രാക്ടറിനൊന്നും ഇല്ല, നമ്മുടെ ജോൺ ഡിയറിനെ സ്പെഷ്യലൈസ് ചെയ്ത് നിർമ്മിച്ച ചിലതൊക്കെ ക്ലോത്ത് കൊണ്ടാണ്, ഇത് നല്ല കട്ടിയുള്ള മെറ്റീരിയൽ കൊണ്ടാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നല്ല ബിൽഡ് ക്വാളിറ്റി നമുക്ക് ലഭിക്കുന്നു.
ഇനി ഇതിൻ്റെ ഇലക്ട്രോണിക് ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് നമ്മുടെ ബാറ്ററി സിസ്റ്റത്തിലോട്ട് വരികയാണെങ്കിൽ 88 ആംബിയറിൻ്റെ 12 വോൾട്ട് ബാറ്ററിയാണ് ഇതിനകത്ത് ഘടിപ്പിച്ചിരിക്കുന്നത്. നല്ല പവറും 40 ആംബിയർ ഓൾട്ടർനേറ്ററും, അതായത് നമ്മൾ ഓൾട്ടർനേറ്ററിൻ്റെ യൂസ് അറിയാമല്ലോ, നമ്മുടെ ബാറ്ററി ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഡീസൽ വണ്ടി ഓണാക്കുമ്പോൾ തന്നെ ബാറ്ററി ചാർജ് ആവാനുള്ള സംവിധാനം ഇതിനകത്തുണ്ട്. 12 വോൾട്ടിൻ്റെയും 2.5 കിലോ വോൾട്ടിൻ്റെയും സ്റ്റാർട്ടർ മോട്ടറാണ് നമുക്ക് ഈ നമ്മുടെ 5045D നമ്മുടെ ജോൺ ഡിയറിൻ്റെ ട്രാക്ടറിനാണ് ലഭിക്കുന്നത്. നമ്മുടെ ട്രാക്ടർ 5045D എന്ന മോഡലിൻ്റെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് 18,810 കിലോഗ്രാമാണ് ഇതിൻ്റെ ഫുൾ വെയിറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ വീൽ ബേസ് എന്ന് പറയുന്നത് തന്നെ 970 ആണ് ഇതിൻ്റെ വീൽ ബേസ്. ഓവറോൾ ലെങ്ത് എന്ന് പറയുന്നത് 3410 മില്ലിമീറ്ററാണ് ഇതിൻ്റെ ഓവറോൾ ലെങ്ത് എന്ന് പറയുന്നത്. ഓവറോൾ വിഡ്ത്ത്, അതായത് നമ്മുടെ ബ്രെഡ്ത്തായിട്ട് കണക്കാക്കുന്നത് 1810 മില്ലിമീറ്ററാണ്. ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് നമുക്ക് കാണാൻ പറ്റും. നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്, അങ്ങനെ അടിയൊന്നും പെട്ടെന്ന് തട്ടത്തില്ല. ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 415 മില്ലിമീറ്ററാണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. ഇതിൻ്റെ ടേണിംഗ് റേഡിയസും ബ്രേക്കിംഗ് സിസ്റ്റം ഒക്കെ 2900 മില്ലിമീറ്റർ റേഞ്ചിലൊക്കെയാണ് നമുക്കിതിൻ്റെ ടേണിങ്ങും ബ്രേക്ക് സിസ്റ്റം ഒക്കെ നമുക്ക് വർക്ക് ചെയ്യുന്നത്. ഇതിനകത്ത് ഇനി അകത്ത് കയറുമ്പോൾ നമുക്ക് ആ ഒരു RPM സ്ക്രീൻ നമുക്കിതിനകത്ത് കാണാൻ പറ്റും. RPM സ്ക്രീനിൽ 0 to 30 ആണ് നമുക്ക് RPM. ലെഫ്റ്റ് സൈഡിൽ പെട്രോളിൻ്റെ ഇൻഡിക്കേഷൻ ഉണ്ട്. റൈറ്റ് സൈഡിലോട്ട് വരികയാണെങ്കിൽ വണ്ടിയുടെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഇതാണ് നമ്മുടെ പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ സിസ്റ്റം. ഇൻഡിക്കേറ്റർ ഓണാക്കുമ്പോൾ നമുക്കൊരു ബ്ലിങ്കിങ് ലൈറ്റ് കത്താം, നമുക്ക് കാണാൻ സാധിക്കും ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലോട്ട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലെ ഇൻഡിക്കേറ്ററും വർക്ക് ചെയ്യുന്നതാണ്. അതാണ് ഇതിൻ്റെ ഇൻഡിക്കേറ്റർ സിസ്റ്റം. പിന്നെ അതുമാത്രമല്ല നമുക്കിതിനകത്ത് ഫോൺ ചാർജ് ചെയ്യാനുള്ളൊരു പോർട്ടും കൂടെ നമുക്ക് ലഭിക്കുന്നു. ഇതിനകത്ത് നമ്മൾ എക്സ്ട്രാ വെപ്പിച്ചാൽ 12 വോൾട്ടിൻ്റെ ഒരു ഫോൺ ചാർജ് ചെയ്യാനുള്ള ഒരു സംവിധാനം കൂടെ നമുക്കിതിനകത്ത് ലഭിക്കുന്നു. നമ്മുടെ സ്റ്റിയറിങ്ങിനകത്ത് ജോൺ ഡിയറിൻ്റെ ഒരു സിമ്പിൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ സ്റ്റിയറിംഗ് പൊസിഷനിലുള്ള. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള അതായത് ഒരു ടർട്ടിലിൻ്റെ പടം കൊടുത്തിട്ട് ചെയ്യാനുള്ളത്, അതായത് സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള. സ്ലോ സ്പീഡിൽ പോകണമെങ്കിൽ ഈ മോഡലും, സ്പീഡിൽ പോകണമെങ്കിൽ ഇത് മണ്ടക്കോട്ടാക്കിയാൽ റാബിറ്റിൻ്റെ സ്പേസ് ഫോട്ടോ ഉള്ള സ്ഥലത്തോട്ട് പോവുകയാണെങ്കിൽ നല്ല സ്പീഡിൽ ഓടിക്കാനുള്ള, അതായത് നല്ല പവറിൽ ഓടിക്കാനുള്ള മോഡാണത്. ഇത് എന്ന് പറയുന്നത് അടുത്തതെന്ന് പറയുന്നത് ലൈറ്റിൻ്റെയാണ്. നമ്മുടെ പാർക്കിംഗ് ലൈറ്റ്, ബ്രൈറ്റ് ലൈറ്റ്, അതുപോലത്തെ ലൈറ്റിൻ്റെ ഫീച്ചേഴ്സാണ് താഴെ കൊടുക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഹോണാണ്. ഹോൺ നമ്മളിപ്പോൾ ഘടിപ്പിച്ചിട്ടില്ല, ഇത് ഷോറൂമിൽ തന്നെ കിടക്കുന്നതുകൊണ്ട് ഹോൺ വർക്ക് ചെയ്യില്ല. അപ്പോൾ അതാണ് ഈ ഹോണിൻ്റെയും ലൈറ്റിൻ്റെയും ഭാഗത്തായിട്ട് ഇൻറ്റീരിയറിൽ നമുക്ക് സ്റ്റിയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ കിട്ടുന്നത്. അടുത്ത് നമുക്കിത് താഴോട്ട് വരികയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു പോയിന്റ് നമുക്കിതിനകത്ത് ലഭിക്കുന്നു. തൊട്ടടുത്ത് തന്നെ ഹാൻഡ് ബ്രേക്കിൻ്റെ സിസ്റ്റവും സ്റ്റിയറിംഗ് ലോക്ക് ചെയ്യാനുള്ള സിസ്റ്റവും ഒക്കെ നമുക്കിതിൻ്റെ താഴെ തന്നെ സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു താഴെ പോർഷനിൽ തന്നെ നമുക്കിതിലൂടെ ലഭിക്കുന്നുണ്ട്. അടുത്തതെന്ന് പറയുന്നത് റൈറ്റ് സൈഡിൽ ഈ സ്റ്റിയറിംഗ് നമ്മുടെ ഇരിക്കുന്ന ഡ്രൈവിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റൈറ്റ് സൈഡിലോട്ട് വരികയാണെങ്കിൽ ഒരു വലിയ ബ്രേക്കിംഗ് സിസ്റ്റം നമുക്കതിനകത്ത് കാണാൻ സാധിക്കും. വലിയ ബ്രേക്കിംഗ് സിസ്റ്റം. തൊട്ടടുത്ത് തന്നെ ഒരു ആക്സിലേറ്റർ, ഒരു കുഞ്ഞു പെഡലാണ് ആക്സിലേറ്ററായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. തൊട്ടടുത്ത് ലെഫ്റ്റ് സൈഡിലോട്ട് വരികയാണെങ്കിൽ ക്ലച്ചാണ് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞുള്ള സിംഗിൾ ഡ്യുവൽ ക്ലച്ചാണ് നമുക്ക് ഈ ട്രാക്ടറിൽ ലഭിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്ത്. ഗിയർ ഡിപ്പാർട്ട്മെൻറ്റിലോട്ടാണ് നമ്മൾ വരുന്നത്. ഇതിൻ്റെ ഗിയർ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് വരികയാണെങ്കിൽ ഈ ഭാഗത്ത് എ എന്ന് പറയുന്നത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ, അതായത് പാടത്തൊക്കെ യൂസ് ചെയ്യേണ്ട ഗിയറാണ്. അത് കഴിഞ്ഞ് ന്യൂട്ടർ, അത് കഴിഞ്ഞ് R എന്ന് പറയുമ്പോൾ നമ്മുടെ റോഡിൽ, മെയിൻ റോഡിലും അതുപോലത്തെ റോഡിലൊക്കെ R എന്ന് പറയുമ്പോൾ റിവേഴ്സും, B എന്ന് പറയുന്നത് നമ്മുടെ റോഡിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഹൈ സ്പീഡിൽ യൂസ് ചെയ്യാനാണ് ബി എന്ന ലെറ്റർ, അതായത് ആ ഭാഗത്തോട്ട് ഗിയർ ചേഞ്ച് ചെയ്യേണ്ടത്. ന്യൂട്ടർ RAB, അതാണ് ഇതിൻ്റെ ലെഫ്റ്റ് ഭാഗത്തെ ഗിയർ എന്ന് പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് നമ്മൾ റൈറ്റ് ഭാഗത്തോട്ട് വരുമ്പോൾ ഗിയറാണ്. ഇതിൻ്റെ ന്യൂട്ടർ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഇങ്ങനെയാണ് ഇതിൻ്റെ ഗിയറിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത്. അങ്ങനെയാണ് റൈറ്റ് സൈഡ്. ഇത് നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഗിയറാണ്. നമുക്ക് സീറ്റിൻ്റെ സൈഡിലോട്ട് തന്നെ നോക്കുകയാണെങ്കിൽ ഒരു ഹൈഡ്രോളിക് കൺട്രോൾ ചെയ്യാനുള്ളൊരു പാനൽ കാണാം. ഇത് വെച്ചിട്ടാണ് നമ്മുടെ പുറകിലത്തെ ഹൈഡ്രോളിക്, നമ്മൾ കച്ച് വെക്കുന്ന യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ നമ്മൾ പൊക്കുന്നതും താക്കുന്നതും അതുപോലത്തെ മെത്തേഡ്സ് ഒക്കെയാണ്. അത് നമ്മുടെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഈ ഒരു പാനലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ സീറ്റിങ്ങിലോട്ട് വരികയാണെങ്കിൽ വളരെ കുഷൻ നിറഞ്ഞ നല്ലൊരു സീറ്റിംഗ് കപ്പാസിറ്റിയാണ് നമുക്ക് ഇതിനകത്ത് ഇരിക്കുന്നത്. ഒരാൾക്ക് സുഖമായിട്ടിരുന്ന് ഡ്രൈവ് ചെയ്യാനും ജോലികൾ ചെയ്യാനും കംഫർട്ടായിട്ടുള്ളൊരു വണ്ടിയാണ് നമ്മുടെ KM ട്രേഡേഴ്സിൻ്റെ ജോൺ ഡിയർ.
അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ നേരത്തെ കാണിച്ച പോലെ PTO അത് കറങ്ങാൻ യൂസ് ചെയ്യുന്നതും അതിന് കൺട്രോൾ ചെയ്യാനുള്ള പാനലാണിത്. അതിൻ്റെ റൊട്ടേഷൻ്റെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നതും അതിൻ്റെ സ്പീഡും അതിൻ്റെ റൊട്ടേറ്റിംഗ് കപ്പാസിറ്റിയും കേപ്പബിലിറ്റിയും ഒക്കെ കൺട്രോൾ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു കൺട്രോൾ പാനലാണ് നമുക്ക് സീറ്റിങ്ങിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നത്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ ഒത്തിരി അധികം ഫീച്ചേഴ്സും ഒത്തിരി അധികം അവരുടെ കമ്പനീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒത്തിരി അധികം കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ജോൺ ഡിയർ എന്ന അമേരിക്കൻ കമ്പനി നിർമ്മിച്ച ഒരു ട്രാക്ടറാണ് നമ്മളിപ്പോൾ റിവ്യൂ കൂടെ കണ്ടത്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് സാധാരണ ആൾക്കാർക്കും വാങ്ങിക്കാൻ പറ്റുന്ന നല്ലൊരു ബഡ്ജറ്റ് റേഞ്ചിലാണ് നമ്മുടെ ട്രാക്ടറിൻ്റെ വില അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 8 ലക്ഷം മുതലാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നത്. ഓരോ മോഡലുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ 45 എന്ന മോഡലാണ് നമ്മൾ റിവ്യൂ ചെയ്തത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ജോൺ ഡിയർ എന്ന KM ട്രാക്ടേഴ്സ് എന്ന കമ്പനിയാണ്. ജോൺ ഡിയർ എന്ന കമ്പനിയാണ് KM ട്രാക്ടേഴ്സ് എന്ന സബ് ബ്രാഞ്ചാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇത് കല്ലിശ്ശേരി ചെങ്ങന്നൂരാണ് ഇതിൻ്റെ ബ്രാഞ്ച്. അപ്പോൾ ഇതിപ്പം ചെങ്ങന്നൂർ റീസെൻ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് 2 മന്ത്സും 3 മന്ത്സ് 6 മന്ത്സും കണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഇതിൻ്റെ ബാക്കി ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ളതും ഇവരുടെ സ്പെസിഫിക്കേഷൻസ് ബാക്കിയെല്ലാം ഡിസ്ക്രിപ്ഷനിൽ വിശദമായിട്ട് കൊടുത്തേക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം എന്നിവിടങ്ങളിലുള്ള സർവീസസ് പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമെന്ന് പറയുന്നത് ഇവരുടെ സർവീസ് എന്ന് പറഞ്ഞാൽ അന്യായ സർവീസാണ്. അതായത് നമ്മൾ ജസ്റ്റ് ചെറിയൊരു ക്രാക്കിങ്ങോ ചെറിയൊരു സർവീസോ എങ്കിൽ പോലും നല്ല പക്ക സർവീസ് ക്വാളിറ്റിയാണ് ഇവർ നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് KM ട്രാക്ടേഴ്സ് പിടിച്ചു നിൽക്കുന്നതും അവരുടെ ഉറപ്പെന്ന് പറയുന്നത് തന്നെ സർവീസിൽ മുൻതൂക്കമാണ് അവർ നൽകുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ ഓട്ടോമൊബൈൽസിൻ്റെ ഫസ്റ്റ് ഇതാണ്. നമ്മൾ ഉടനെ തന്നെ കാറിൻ്റെയൊക്കെ തുടങ്ങുന്നതാണ്. അപ്പോൾ ഓട്ടോമൊബൈൽസിൻ്റെ ഫസ്റ്റ് ഒരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാം, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഇനേബിൾ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഇത്രയുള്ള ഗൈസ്. അപ്പോൾ നല്ലൊരു പുതുപുത്തൻ വീഡിയോയുമായി അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ ഇറ്റ്സ് മീ ഗോപികൃഷ്ണ.